നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ഗവൺമെന്റ് വെറ്റിനറി പോളിക്ലിനിക്കിൽ ട്രീറ്റ്മെന്റ് വാർഡിന്റെയും ആധുനിക ലാബ് ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പേരാമ്പ്ര വെറ്റിനറി പോളിക്ലിനിക്കിലെ ട്രീറ്റ്മെന്റ് വാർഡിന്റെയും ആധുനിക ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു നിർവഹിച്ചു. പൂർത്തീകരിക്കപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനം ഡിസംബർ മാസം 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലേക്ക് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇവിടെ ഈ വെറ്റിനറി പോളിക്ലിനിക്കിൽ ഇവിടെ പണി പൂർത്തീകരിക്കപ്പെട്ട ഈ ട്രീറ്റ്മെന്റ് വാർഡിൻ്റെയും ഇവിടെ ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന 4 ആധുനിക മെഷീനുകളുടെയും ഉദ്ഘാടനം ഇന്ന് ഇവിടെ പൂർത്തീകരിക്കുന്നതാണ്. റിപ്പോർട്ടിനകത്ത് പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ ജില്ലാ ഓഫീസർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പങ്കുവഹിക്കുന്നുണ്ട്. കാർഷിക മേഖല എന്ന് പറയുമ്പോൾ അതിനകത്ത് മൃഗസംരക്ഷണവും വലിയ ഒരു പങ്ക് വഹിക്കുന്ന മേഖലയാണ്. കോവിഡ് ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കന്നുകാലി സമ്പത്തിനെ പോലെ തന്നെ അരിമമല്ലുകളുടെ എണ്ണത്തിനകത്തും വലിയ തോതിൽ വർധനവുണ്ടായിട്ടുണ്ട്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CK പാത്തുമ്മ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ KR ഗുണാതീത മുഖ്യ അതിഥിയായി. വകുപ്പിന് തന്നെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനവും അതിൻ്റെ പദ്ധതിയുമാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ഡോക്ടർ ജിഷ്ണു പറഞ്ഞത് ശരിയാണ്. സംസ്ഥാനത്ത് തന്നെ ഇത്ര മികച്ച രീതിയിൽ ഒരു വെറ്റിനറി പോളിക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും അതിന് ജനപ്രതിനിധികൾ എടുത്ത ഒരു താല്പര്യമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഉദ്യോഗസ്ഥർ വിചാരിച്ചു കഴിഞ്ഞാൽ പരിമിതിയുണ്ട്, പക്ഷെ ജനപ്രതിനിധികൾ എത്ര താല്പര്യമെടുക്കുന്നോ അതാണ് ഭരണാധികാരികളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ ജിഷ്ണു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K സജീവൻ മാസ്റ്റർ, ശശികുമാർ പേരാമ്പ്ര, PK രജിത, ബ്ലോക്ക് അംഗങ്ങളായ ഗിരിജ ശശി, പ്രഭാശങ്കർ, KK ലിസി, ഗ്രാമപഞ്ചായത്ത് അംഗം BDO P ഖാദർ, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ CK ചന്ദ്രൻ, KP ഗംഗാധരൻ നമ്പ്യാർ, K നാരായണക്കുറുപ്പ്, ആലിയാട്ട് ഹമീദ്, ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ A റിജുല എന്നിവർ ആശംസകൾ നേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 18 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഉപകരണങ്ങളാണ് സ്ഥാപിച്ചത്. സ്വകാര്യ ലാബുകളിൽ ഉള്ള നിരക്കിനേക്കാൾ 50% വരെ കിഴിവുണ്ട്. ഇലക്ട്രോലൈറ്റ് അനലൈസർ, ബ്ലഡ് ഗ്യാസ് മെഷീൻ കേരളത്തിൽ ആദ്യമായാണ് വെറ്റിനറി ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.